പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് ഹനാമാമിന് ഒരു പ്രത്യേക വന്ദനം. ഇഗ്നോയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരായിരിക്കും ബഹുഭൂരിപക്ഷം എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ മലയാളത്തിൽ കേട്ടുപിടിച്ച ഒരു കാര്യമുണ്ട്: പരിശ്രമം ചെയ്യുകയിൽ പാരിലെന്തിനെയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കരങ്ങൾ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ച ഈശൻ. നമുക്ക് പരിശ്രമിക്കുവാനുള്ള നീളമേറിയ രണ്ട് കൈകൾ തന്നുകൊണ്ടാണ് ഈശ്വരൻ നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തും നേടിയെടുക്കാം എന്നുള്ളതാണ്. ഇത് പഴയ കാലത്ത് മനുഷ്യൻ കായികാധ്വാനം ചെയ്യുന്ന സമയത്ത് ഉള്ള വചനമാണ്. അതുകൊണ്ടാണ് കൈകളുടെ കാര്യം മാത്രം അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇന്ന് നമുക്ക് വിരൽ തുമ്പിൽ ഏത് വിവരവും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ഇഷ്ടമുള്ള തരത്തിൽ ലഭ്യമാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു നെവർ എൻഡിങ് വിഷ്യസ് സൈക്കിളാണ്. ഈ വിദ്യാഭ്യാസം യഥാസമയം പൂർത്തീകരിക്കുവാനോ ഇച്ഛാനുസരണോ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിനോ പലർക്കും പല കാരണങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഈ പഠിക്കുന്ന ആൾക്കാർ തന്നെ പ്രായമായവരുണ്ടാവും, പഠിക്കുവാൻ യഥാസമയം അവസരം പല കാരണങ്ങളാൽ കിട്ടാത്തവരുണ്ടാവും, റെഗുലർ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാത്തവരുണ്ടാവും, ഹൗസ് വൈഫ്സ് ഉണ്ടാവും, എംപ്ലോയീസ് ഉണ്ടാവും, സാമ്പത്തിക ഭദ്രത ഇല്ലാത്തത് കാരണം പഠിക്കുവാൻ കഴിയാതെ പോയവരുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം ഏറ്റവും നല്ല ഒരു അവസരമാണ് ലേൺവൈസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു മടിയുമില്ല. എന്റെ അനുഭവത്തെ അതിന് ദൃക്സാക്ഷിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം ഒരു പ്രസ്താവന നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത്. ഇന്ന് തന്നെ ഇപ്പോൾ 7:30 ഇന്നത്തെ ഓറിയന്റേഷൻ പ്രോഗ്രാം തുടങ്ങുമെന്നും അതിന് ഞാൻ അവൈലബിൾ ആയിരിക്കുമോ എന്ന് പലതവണ ഹനമാം ചോദിച്ചിരുന്നു. പല സാങ്കേതിക കാരണങ്ങളാലും ഇതിനു മുൻപ് നടന്ന ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ 2023 MA സൈക്കോളജി അഡ്മിഷൻ ബാച്ചാണ്. ഇന്ന് സെക്കൻഡ് ഇയർ എക്സാമിനേഷൻ പൂർത്തിയാക്കുന്ന, സെക്കൻഡ് ഇയറിലെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കുന്ന ദിവസമായിരുന്നു. JDTയിലെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ മണി 5:30-6 മണിയാവുന്നു വൈകിട്ട്. അതിനുശേഷം ഒരു 3 മണിക്കൂറോളം യാത്ര ചെയ്താണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് 8:30 ജോയിൻ ചെയ്യാൻ കഴിയുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. എങ്കിലും 8:30 തന്നെ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷവും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മൾ ഒരു റെഗുലർ പ്രിപ്പറേഷൻ പഠന കാര്യത്തിൽ നടത്തുകയാണ് എങ്കിൽ അതിന്റെ പ്രതിഫലനം എന്നോണം വളരെ ബുദ്ധിമുട്ടില്ല. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഏത് കാര്യവും നമ്മുടെ വശത്തിലാക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ലേൺവൈസിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് എപ്പോഴും നല്ല ഒരു ടൈം ടേബിൾ പഠന ആവശ്യത്തിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഏതൊക്കെ ദിവസം എങ്ങനെയൊക്കെ പഠിക്കണം എന്ന് കൃത്യമായി അവതരിപ്പിക്കുന്ന ഒരു ടൈം ടേബിൾ അവർ ലഭ്യമാക്കി തരുന്നുണ്ട്. നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആക്കുന്നുണ്ട്. ഈ റെക്കോർഡഡ് ക്ലാസിന്റെ കാര്യം പറയുമ്പോൾ അത് റെക്കോർഡഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സമയവും അത് ഉപയോഗിക്കുവാൻ ഒരു അവസരമുണ്ട്. ഇപ്പൊ എന്റെ വീടെന്ന് പറയുന്നത് ആലപ്പുഴയിൽ ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ജോലി ചെയ്യുന്നത് ഇവിടെ വയനാട്ടിൽ കൽപ്പറ്റയിലായതുകൊണ്ട് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം പാകം ചെയ്യുന്നത് മുതലുള്ള ഒരു വീട്ടിൽ ചെയ്യേണ്ടതായ മുഴുവൻ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് നിർവഹിച്ചു വരികയാണ്. അപ്പോൾ ഈ റെക്കോർഡ് ക്ലാസിന്റെ ഗുണം എനിക്ക് ലഭിച്ചിട്ടുള്ളത്, ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായും അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യുമ്പോഴും പച്ചക്കറികൾ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളൊക്കെ തയ്യാറാക്കുന്ന സമയത്താണെങ്കിലും ഈ ക്ലാസ്സുകൾ നമുക്ക് കേട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു അവസരമുണ്ട്. അതുപോലെ തന്നെ എക്സാം ടൈം ആകുമ്പോൾ നമുക്ക് ലൈവ് ക്ലാസ്സസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏത് സംശയവും ലൈവായിട്ട് നേരിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം ലഭ്യമാകും. തെക്കൻ കേരളത്തിലെ കാൻഡിഡേറ്റ്സിൽ വ്യത്യസ്തമായി ഞാൻ വടക്കൻ കേരളത്തിൽ ഇപ്പോൾ വന്നപ്പോൾ 6 വർഷം കഴിഞ്ഞിരിക്കുന്നു കൽപ്പറ്റയിൽ വന്നിട്ട്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, തെക്കൻ കേരളത്തിലുള്ള കാൻഡിഡേറ്റ്സിനെ അപേക്ഷിച്ച് വടക്കൻ കേരളത്തിലുള്ള ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിലും എഴുതുന്നതിലും ഒക്കെ വളരെ പ്രാപ്തി കുറഞ്ഞ ആൾക്കാരാണ്. ഇതെന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. മറ്റുള്ളവരുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ പറയുന്നത് തെറ്റാണെന്ന് തോന്നിയേക്കാം. ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ വെച്ച് ആണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് മീഡിയമാണ് പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്നത്, ക്ലാസ്സുകൾ മലയാളത്തിലാണ്. അങ്ങനെ വരുമ്പോൾ ആ
മലയാളത്തിൽ ക്ലാസ് തരുമ്പോൾ അത് ഇംഗ്ലീഷിൽ എക്സാമിനേഷൻ എഴുതുവാൻ പാകത്തിൽ അവരെ സജ്ജമാക്കുന്നതിന് വേണ്ടി ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു കോഴ്സ് കൂടെ ഇവർ തരുന്നുണ്ട് ലാംഗ്വേജ്. അപ്പൊ ആ ക്ലാസ്സിൽ നമ്മൾ റെഗുലർ ആയിട്ട് പങ്കെടുക്കുകയും അതിന്റെ എക്സർസൈസസ് ആൻഡ് ഹോംവർക്ക് കൃത്യമായി ചെയ്തു പോരുകയും ചെയ്താൽ മലയാളം ഭാഷ കൈകാര്യം ചെയ്യുന്നത് മൂലം ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതുവാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കിയെടുക്കുവാൻ പരമാവധി സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവര് വീക്കിലി ഇവാലുവേഷൻ റിപ്പോർട്ട് ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനൊരു പാത ഉണ്ടാക്കി തരികയാണ്. ആരെങ്കിലും ചോദിക്കാൻ ഉണ്ടാവുകയും നമ്മളെ തോണ്ടാൻ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒളിച്ചോടാനൊരു അവസരം അധികം കിട്ടില്ല. അപ്പൊ മെന്റർമാരും ലേണേഴ്സിന്റെ പ്രതിനിധികളും ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വിളിക്കുകയും ഇതൊക്കെ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ അവരിങ്ങനെ കൂടെ കൂടെ വിളിക്കുന്നല്ലോ, അതുകൊണ്ട് നമ്മൾ പഠിക്കാതിരിക്കുന്നത് ശരിയല്ല, റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നത് ശരിയല്ല എന്നൊരു ബോധം നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ത്വരയായിട്ട് മാറുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ മന്ത്ലി ഇവാലുവേഷൻ മീറ്റിംഗ്സ് നടക്കാറുണ്ട്. ഓരോ മാസവും നമ്മുടെ അതാത് മാസത്തെ നമ്മുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു, നമ്മുടെ പഠന മികവ് എങ്ങനെയായിരുന്നു, ഏതൊക്കെ ചാപ്റ്റേഴ്സ് കവർ ചെയ്തു, ഇത് സംബന്ധിച്ച് ഇവാലുവേഷൻ നടത്തുകയും അതിന് ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ എന്തെങ്കിലും വരുത്തണമെങ്കിൽ അത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും നമുക്ക് ലാംഗ്വേജ് കൃത്യമായി തരാറുണ്ട്. മറ്റൊരു കാര്യം, ഇപ്പൊ അസൈൻമെന്റിന്റെ കാര്യം പലരും സൂചിപ്പിച്ചു. അസൈൻമെന്റ് തനിയെ എഴുതുന്നതിന് എന്താണ് അസൈൻമെന്റ് എന്നും അത് എങ്ങനെ എഴുതണമെന്നും പലർക്കും ഐഡിയ ഉണ്ടാകാൻ സാധ്യതയില്ല. ആ സാഹചര്യത്തിൽ അസൈൻമെന്റ് എന്താണെന്നും അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്നും അതിന്റെ മാതൃക എന്താണെന്നും ഒക്കെ നമുക്ക് ഇവര് ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കിവിടെ ഒരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, ഒരു കാരണവശാലും ആരെങ്കിലും തരുന്ന, അത് ലാംഗ്വേജ് ഉൾപ്പെടെയുള്ളവരാണെങ്കിൽ പോലും തരുന്ന അസൈൻമെന്റ് അതേപോലെ കോപ്പി അടിക്കരുത്. കാരണം ലാംഗ്വേജിൽ ജോയിൻ ചെയ്തിട്ടുള്ളതിൽ നൂറുകണക്കിന് പേരുള്ളപ്പോൾ ഈ നൂറുകണക്കിന് പേരുടെയും അസൈൻമെന്റ് ഒരേ തരത്തിൽ യൂണിവേഴ്സിറ്റിക്ക് ചെല്ലുമ്പോൾ ഇതെല്ലാം കോപ്പിയാണെന്നൊരു ബോധം അവർക്ക് ഉണ്ടാവുകയും മാർക്ക് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ലാംഗ്വേജ് തരുന്ന മാതൃകാ അസൈൻമെന്റ് നോക്കി മനസ്സിലാക്കുകയും നമുക്ക് തരുന്ന SLM പുസ്തകം വായിച്ച് മനസ്സിലാക്കുകയും ഇന്റർനെറ്റും അതുപോലെ തന്നെ ChatGPT പോലുള്ള മറ്റ് ഓൺലൈൻ സംവിധാനങ്ങളും കൂടെ പ്രയോഗിച്ചുകൊണ്ട് നമ്മുടെ കോമൺ സെൻസ് അപ്ലൈ ചെയ്ത് ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് നമ്മളുടേതായ ഒരു ഭാഷയിൽ അസൈൻമെന്റ് തയ്യാറാക്കുകയാണെങ്കിൽ അതിന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ അതിന് അനുഭവസ്ഥനാണ്. 85 to 90 ആണ് എന്റെ മാർക്സ് അസൈൻമെന്റിന് കിട്ടിയിട്ടുള്ളത്. എബവ് 90 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് എനിക്കൊന്ന് സൂചിപ്പിക്കുവാനുണ്ട്. പിന്നെ എക്സാം വീഡിയോ ഉണ്ട്, മറ്റേ നോട്ട്സ് ഉണ്ട്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ആൻസർ കീ നമുക്ക് ഓൺലൈനായിട്ട് ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ലേൺവൈസ് വിവിധ മേഖലകളിലായി വിവിധ രീതിയിൽ സജ്ജമാക്കി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ക്യാപ്സൂൾസ് ഒക്കെ കൃത്യമായി ഉപയോഗിച്ച് യഥാസമയം പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പരീക്ഷാ സമയത്ത് പരീക്ഷ പേടി കൂടാതെ, പരീക്ഷയ്ക്ക് ആശങ്കപ്പെട്ട് പഠിക്കേണ്ട സാഹചര്യം ഉണ്ടാകാതെ ഓഫ് ഹാൻഡ് ആയിട്ട് കോൺഫിഡൻസോടുകൂടി പരീക്ഷ പോയി എഴുതുവാനും നല്ല മാർക്ക് സ്കോർ ചെയ്യുവാനും നമുക്ക് അവസരം ഉണ്ടാകുന്നതാണ് എനിക്ക് ഇത് സംബന്ധിച്ച് പറയുവാനുള്ളത്. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് പരീക്ഷ എഴുതുവാൻ സാധിക്കും. ഇതാണ് ലേൺവൈസിനെ സംബന്ധിച്ച് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇത് എന്റെ അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ എന്റെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഇവിടെ പറയുന്നത്, ഇവിടെ ഇന്ന് ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ഒരു മോട്ടിവേഷന് കാരണഭൂതമാകും എന്ന് ഞാൻ കരുതുകയാണ്. ഇത് എന്റെ ഒരു സെൽഫ് എക്സ്പോഷറിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ പൊക്കിക്കാണിക്കുന്നതിന് വേണ്ടി പറയുന്ന കാര്യങ്ങളായിട്ട് നിങ്ങൾ കരുതണ്ട. അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വമേധയാ ബോധ്യമാകും എന്നും ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഇപ്പോൾ 63 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴും ഒരു ഗവൺമെന്റ് എംപ്ലോയിയാണ്. ഞാൻ 36 വർഷത്തെ സർവീസ് ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഡൈനിങ് ഹാർനസിൽ കയറിയ ഒരു ഉദ്യോഗസ്ഥനായിരുന്നില്ല. 20ാമത്തെ വയസ്സിൽ ആദ്യത്തെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ടെസ്റ്റ് എഴുതി പാസ്സായി ഡൽഹിയിൽ ഗവൺമെന്റ് ജോലി നേടിയ ഒരാളാണ് ഞാൻ. അതിനുശേഷം ഇവിടെ
കേരളത്തിൽ മുനിസിപ്പൽ സർവീസിൽ അപ്പോയിന്റ്മെന്റ് ആയപ്പോൾ തിരിച്ച് അവിടുത്തെ ജോലി രാജിവെച്ച് തിരിച്ചു പോകുന്നയാളാണ്. ഇവിടെ വന്ന് കേരളത്തിൽ ജോലി ചെയ്തു. UD ക്ലർക്കായി, റവന്യൂ ഇൻസ്പെക്ടറായി, സൂപ്രണ്ടായിട്ടിരിക്കുന്ന മുനിസിപ്പൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് PSC ചെയ്തു. അങ്ങനെ അതിൽ ക്വാളിഫൈഡ് ആയി. ഞാൻ മുനിസിപ്പൽ സെക്രട്ടറി ആയി. അങ്ങനെ 30 വർഷത്തെ മുനിസിപ്പൽ സേവനത്തിന് ശേഷം മുനിസിപ്പൽ സെക്രട്ടറി സംവിധാനത്തിൽ നിന്ന് കൺസ്യൂമർ കോർട്ടിലെ ജഡ്ജി ആയിട്ട് ഞാൻ ഇപ്പോൾ കൽപ്പറ്റയിൽ ജോലി ചെയ്തു വരികയാണ്. അപ്പൊ ഇങ്ങനെ ഈ ജോലി നിർവഹിച്ച് വരുന്നതിനിടയിലാണ് ഞാൻ എൻ്റെ MCom പ്ലസ് LLB കോഴ്സ് പൂർത്തിയാക്കുന്നത് പഠനത്തോടൊപ്പം. ഇങ്ങനെ പഠനത്തോടൊപ്പം MCom LLB പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 20 വർഷത്തിലധികം ഞാൻ വിവിധ റെപ്യൂട്ടഡ് പാരലൽ കോളേജിൽ അക്കൗണ്ടൻസി ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു. അപ്പോൾ എൻ്റെ പഠനവും അധ്യാപനവും സർക്കാർ സർവീസും അതേ സമയത്ത് തന്നെ ഞാൻ ആലപ്പുഴ മുനിസിപ്പൽ എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിട്ട് 8 വർഷം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഈ സേവനങ്ങളെല്ലാം ചെയ്തു വരുന്നതിനിടയിൽ ഏകദേശം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി 35-ലധികം ട്രെയിനിങ് കോഴ്സുകൾ പൂർത്തിയാക്കുകയും അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റുകൾ സ്വായത്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം നേരത്തെ പറഞ്ഞതുപോലെ പരിശ്രമം ചെയ്യുകയും പാരിലെന്തിനെയും വശത്തിലാക്കാം. നമ്മൾ പരിശ്രമിക്കണം. ഇത് കൂടാതെ ഞാൻ ഇപ്പോൾ 2011 മുതൽ തൃശ്ശൂരുള്ള കില എന്ന് പറയുന്ന സ്ഥാപനം നിങ്ങൾ കേട്ട് കാണുന്നു കുറച്ചു പേർ, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും. സർക്കാർ ജീവനക്കാർക്കും, അതായത് മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥർക്കും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർക്കും, അതുപോലെ ഓരോ 5 വർഷം കൂടുമ്പോഴും പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന മുനിസിപ്പൽ ചെയർമാൻമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ കോർപ്പറേഷൻ മേയർമാർ, ഡെപ്യൂട്ടി മേയർമാർ മുതലായ ആൾക്കാർക്ക് നഗരഭരണം എന്താണെന്നും പഞ്ചായത്ത് ഭരണം എന്താണെന്നും അത് എങ്ങനെ നിർവഹിക്കണമെന്നും മുനിസിപ്പാലിറ്റീസ് ആക്ടിൽ പറയുന്ന നിയമപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും പഞ്ചായത്ത് രാജ് ആക്ടിൽ പറയുന്ന നിയമപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ അവരെ പറഞ്ഞ് പഠിപ്പിച്ച് പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും കോർപ്പറേഷനുകളിലെയും ഭരണം സുഗമമാക്കുന്നതിനുള്ള അർബൻ മാനേജ്മെന്റിലെ ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ടും ഞാനിപ്പോൾ കിലയിൽ വർക്ക് ചെയ്ത് വരികയാണ്. പിന്നെ ഇതെല്ലാം എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരൻ എന്ന് പറയാൻ കാരണമുണ്ട്. ഞാന് 10 മക്കളും അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു വലിയ ദരിദ്ര കുടുംബത്തിലെ 4ാമത്തെ പുത്രനായിട്ട് ജനിച്ചയാളാണ്. ഒരു നേരത്തെ ഭക്ഷണം പോലും കൃത്യമായി കഴിക്കുവാൻ സാഹചര്യമില്ലായിരുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വളർന്നത്. എന്തിനേറെ നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുവാനോ അതല്ലെങ്കിൽ ഒരു നേരമെങ്കിലും കോളേജിൽ ഭക്ഷണം കൊണ്ടുപോയി പഠിക്കുവാനോ അവസരം കിട്ടിയിട്ടില്ല. പട്ടിണിയിരുന്നും പരിദേവനങ്ങളും പരിഭവങ്ങളും പരാതികളുടെയും ഒക്കെ ഉള്ളിൽ നിന്നുകൊണ്ട് ആണ് ഞാൻ എൻ്റെ ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ MCom LLB അതുപോലെ ഇപ്പോൾ MA PC MA സൈക്കോളജി ഇതെല്ലാം ചെയ്ത് മുന്നോട്ട് വന്നു. ഇപ്പൊ എനിക്ക് ദാരിദ്ര്യമോ പരാതികളോ ബുദ്ധിമുട്ടുകളോ യാതൊന്നുമില്ല. ഞാൻ ഫുള്ളി എൻഗേജ്ഡ് ആണ്, ഇപ്പോൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ആരും എന്നെ ബ്ലെയിം ചെയ്യാനില്ല. നോബഡി ടു ബ്ലെയിം മീ. ഐ ആം നൗ ലിവിങ് എ പീസ്ഫുൾ ആൻഡ് ഹാപ്പി ലൈഫ്. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിനെയാണ് നമ്മൾ ഹോപ്പ്, റെസിലിയേഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ എന്ന് പറയും. ഹോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്രതീക്ഷ, ആഗ്രഹം. ആ പ്രതീക്ഷ, ആഗ്രഹം എന്ന് വാക്കിലുണ്ടായ പോരാ, അതിനോടുകൂടി പരിശ്രമിക്കുവാനുള്ള ഒരു പ്രവർത്തനം കൂടെ നമ്മൾ ആവിഷ്കരിക്കണം. ഇച്ഛാശക്തി ഉണ്ടാകണം. റെസീലിയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? വീഴുന്ന സ്ഥലത്തു നിന്നും പൂർവാധികം ശക്തിയോടുകൂടി ഉയർത്തെഴുന്നേക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ. അങ്ങനെ ഒരു റെസീലിയൻസും അതിനെ ഒരു ഡിറ്റർമിനേഷൻ, ഉറച്ച തീരുമാനവും ഉണ്ട് എങ്കിൽ, അതിനോടൊപ്പം പരിശ്രമം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ജീവിതം മാറ്റിമറിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്.
അതല്ലായിരുന്നു എങ്കിൽ ഒരു സാധാരണക്കാരനെ പോലെ ഒരു ഒതുങ്ങിക്കൂടാൻ ഞാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ എന്റെ പരിദേവനങ്ങളിൽ ഞാൻ അടർന്നു വീഴാൻ പാകത്തിന് നിന്നു കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഞാൻ ആകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്റെ തലമുറ അടുത്തുള്ളത് ഇനി ദാരിദ്ര്യത്തിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു ജീവിത പന്ഥാവിലേക്ക് ഉയർന്നു വരികയാണ്. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം അത്തരത്തിൽ ഉയർന്നു വരണമെങ്കിൽ ഞാൻ പ്രയോഗിച്ച അല്ലെങ്കിൽ ഞാൻ പ്രയോഗിച്ചതിനേക്കാൾ നല്ല രീതിയിൽ ഉയർത്തെഴുന്നേക്കുവാനും പരിശ്രമിക്കുവാനും നിങ്ങൾക്ക് കഴിയണം. അതിനുവേണ്ടി നമ്മുടെ ലേൺ വൈസും ഹനാവും നിങ്ങൾക്ക് പ്രേരക ശക്തിയാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ഒരു പ്രേരക ശക്തി ആയതുകൊണ്ടാണ് ഇന്ന് ഈ ദിവസം തന്നെ എനിക്ക് MA സൈക്കോളജിയുടെ സെക്കൻഡ് ഇയർ പ്രാക്ടിക്കൽ പരീക്ഷ പൂർത്തിയാക്കിക്കൊണ്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഇവാലുവേഷൻ അനുസരിച്ച് എനിക്ക് MA സൈക്കോളജിക്ക് 72% മാർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി പ്രാക്ടിക്കലിന്റെ മാർക്ക് കൂടെയാണ് വരാനുള്ളത്. അതിപ്പോ 1 മാസത്തിനകം വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതോടുകൂടി എന്റെ കോഴ്സ് പൂർത്തിയാകുകയാണ്. അങ്ങനെ എന്റെ കോഴ്സ് ഒരു തടസ്സവുമില്ലാതെ ഭംഗിയായി പൂർത്തീകരിക്കുന്നതിന് എനിക്ക് ആത്മവിശ്വാസം തരികയും അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും ചെയ്ത ഹന മാമിന് ഞാൻ പ്രത്യേകം ഒരു ബിഗ് സല്യൂട്ട് സമർപ്പിക്കുന്നു. അതുപോലെ ലേൺ വൈസിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി.